സ്ത്രീകൾക്ക് വളരെ പരിഗണന ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നമ്മൾ ഇപ്പം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിലും എല്ലാ മതങ്ങളിലും ആചരിച്ചു പോകുന്നവയാണ്. പക്ഷെ ആ സമയത്തും സ്ത്രീകളുടെ നില അല്ലെങ്കിൽ അവർക്കുള്ള പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുന്നു. അവർക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു തലമുറയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ അല്ലാത്ത ഒരു സമൂഹവും നമുക്കിടയിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ളൊരു കവിതയാണ് ഞാനിന്നിവിടെ ചൊല്ലാൻ പോകുന്നത്, അല്ല പറയാൻ പോകുന്നത്. കവിതയുടെ പേര് പുലകുളി. ഭാര്യ തീണ്ടാരിയായപ്പോഴാണ് അച്ഛൻ്റെ അസ്ഥിയൊഴുക്കും പുലകുളിയും നടത്തേണ്ടിയിരുന്നത്. ഭാര്യ തീണ്ടാരിയായപ്പോഴാണ് അച്ഛൻ്റെ അസ്ഥിയൊഴുക്കും പുലകുളിയും നടത്തേണ്ടിയിരുന്നത്. പടി ഇറക്കി അവളെ പരിസരമെല്ലാം ചാണകം തളിച്ച് ശുദ്ധമുറപ്പിച്ചു. 2 നാൾ കഴിഞ്ഞാലും എത്തേണ്ടതില്ല. മരണപ്പെട്ടത് അച്ഛനാണ്. ഭാവി ഗതി പിടിക്കാതെ പോകരുതല്ലോ. എന്ത് വീട്ടിലും കയറ്റേണ്ടതില്ല, ആരെയും തൊട്ടു തീണ്ടരുതല്ലോ. ഇതൊരു അശുദ്ധി മാറ്റൽ ചടങ്ങാണ്. എന്ത് വീട്ടിലും കയറ്റേണ്ടതില്ല, ആരെയും തൊട്ടു തീണ്ടരുതല്ലോ. ഇതൊരു അശുദ്ധി മാറ്റൽ ചടങ്ങാണ്. അവൾ പോയ വീട്ടിൽ പകരക്കാരില്ലാതെ പാതി വഴിയിലാണ് പലതും. പാത്രങ്ങൾ, എച്ചിൽ കൂമ്പാരങ്ങൾ. മകളെ കുളിപ്പിച്ചില്ലെങ്കിലും വേണ്ട, പൂജ അശുദ്ധമാകരുത്. ഭാവി ഗതി പിടിക്കാനുള്ളതാണ്. 12 നാൾ കൊട്ടിബലി നടത്തി ആത്മാവിന് സായുജ്യമേകി. 12 നാൾ കൊട്ടിബലി നടത്തി ആത്മാവിന് സായുജ്യമേകി. 16 രാത്രിയും പൂജ ചെയ്ത് അസ്ഥിയൊഴുക്കി പുലകുളിച്ചു. തീണ്ടാരി പെണ്ണിൻ്റെ 7-ാം നാളിന് ശേഷം പുലർനേരത്താണ് ഓർത്തത് അവളെ തിരികെ വിളിക്കണം. ആർത്തവ ദിനങ്ങൾ കഴിഞ്ഞ് അതിശുദ്ധയായവൾ തിരികെ എത്തി. പൂജ ചെയ്ത് ആത്മാവിന് മോക്ഷമേകിയവർക്കെല്ലാം ഐശ്വര്യം വിളങ്ങിയോ? ചാവടിയന്തരം കഴിഞ്ഞ് ചന്ദനം ചാർത്തിയ വാതിലിലൂടെ കടന്ന അവൾ കണ്ടത് അടുക്കളപ്പുകയും മാറാലയും എച്ചിൽ പാത്രങ്ങളും അവളെ നോക്കി കണ്ണിറക്കി ചിരിക്കുന്നതാണ്. ചാവടിയന്തരം കഴിഞ്ഞ് ചന്ദനം ചാർത്തിയ വാതിലിലൂടെ കടന്ന അവൾ കണ്ടത് അടുക്കളപ്പുകയും മാറാലയും എച്ചിൽ പാത്രങ്ങളും അവളെ നോക്കി കണ്ണിറക്കി ചിരിക്കുന്നതാണ്. നമസ്കാരം.